അങ്ങനെ നീരവ് സ്കൂളിൽ നിന്ന് വന്ന പാടെ നമ്മൾ ഓടി വന്നിട്ട് ബാഗൊക്കെ തുറന്നു നോക്കാണേ കേട്ടാ. ചൊവ്വാഴ്ച ദിവസം വേറെ യൂണിഫോമാണ്. അപ്പം അതിന് പൈസ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഡയറിയിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നേ എടുത്ത് അവന് യൂണിഫോമൊക്കെ ഒന്ന് അഴിച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ അടുക്കളയ്ക്ക് ഓടി വന്നു. ബാക്കി പണിയോട് കൂടി പെൻഡിങ് ഉണ്ടായിരുന്നു. ദിവസം മുന്നേ നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. ബീച്ചൊക്കെ കൂടി നടന്ന് കണ്ടപ്പോൾ നല്ല കാലുവേനയായിട്ടാ മൂന്നാൾക്കും. അപ്പം ഞങ്ങളൊന്നും ഇരുന്നപ്പോഴാണ് ഈ MSW പഠിക്കുന്ന 2 പിള്ളേരെ അവർ നേരെ നമ്മുടെ അടുത്തേക്ക് വന്ന ഈ ചാരിറ്റിയുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ, അവർക്ക് ഒരു നേരത്തെ ഫുഡ് അതിനുള്ള ഒരു സംഭാവന. അതായത് നമ്മുടെ അടുത്ത് തന്നെ അവർ വന്ന് റെസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പൊ നമ്മളൊന്ന് പരിചയപ്പെട്ടിരുന്നു. അതിന്റെ ഇടയിൽ സംസാരത്തിന്റെ ഇടയിൽ അവരെവിടെന്നാ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ഇടുക്കിക്കാരായിരുന്നു. അപ്പൊ നമ്മൾ എവിടെന്നാ ചോദിച്ചപ്പോൾ നമ്മൾ തൃശ്ശൂർന്നാന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആ കുട്ടി എന്തിട്ടൊക്കെ ഇടിയെന്നൊക്കെ നല്ല നിലയ്ക്ക് സംസാരിച്ചു കേട്ടോ. ഇടിച്ചു പറഞ്ഞപ്പോഴേ എനിക്ക് ഈ പ്രാഞ്ചേട്ട സിനിമയിലും മമ്മൂക്ക പറയില്ലേ എന്തിട്ടൊക്കെ ഇടിയേ, അതൊക്കെ ആയിട്ട് ഓർമ്മ. മാത്രല്ല ജയസൂര്യ അങ്ങനെ കുറെ പേരുണ്ട്. പണികളെ പറ്റിയിട്ട് വിവരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനൊന്ന് വിഷയം മാറ്റിയെടുത്തതാണ്. നമ്മുടെ ക്ലാസ്സിലെ ടോപ്പിക്കുകൾ എടുക്കണതിൻ്റെ ഇടയിൽ ടീച്ചർമാർ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയം മാറ്റിയെടുക്കില്ലേ, ഒന്ന് റീഫ്രഷ് ചെയ്യാൻ, അതായത് ചാർജ് കയറ്റാൻ. അതല്ല വന്ന പാടെ നമ്മൾ മാവേലിക്കൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ പോകാൻ പറ്റിയില്ല മഴ കാരണം. അപ്പോൾ അവന് വരുമ്പോൾ ഞാൻ ഡയറി മിൽക്ക് മേടിച്ച് വെക്കാന്നൊക്കെ പറഞ്ഞു. വന്ന പാടെ ഡയറി മിൽക്ക് ചോദിച്ചിട്ടുള്ള വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ മഴ ഒന്ന് തോർന്നപ്പോൾ ചേട്ടൻ എന്തായാലും വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. ഡയറി മിൽക്ക് ബബ്ലിങ് കൂടെ മേടിച്ചു കേട്ടോ. എനിക്ക് നല്ല സന്തോഷമായി. കുറേ നാളായി ബബ്ലിയൊക്കെ കഴിച്ച് ശർക്കരയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡപ്പയിൽ കയറ്റി വെക്കുമ്പോഴാണ് അന്നാ പിന്നെ അതും കൂടെ തുടച്ചെടുക്കാന്ന് വിചാരിച്ചത്. അതും കൂടെ ആക്കി പിന്നെ ചെല്ലമ്മ കെട്ടി വെച്ചില്ല കേട്ടോ. ചേട്ടൻ പറഞ്ഞു ഈ സൈഡിൽ വെച്ചോ, മേശമ്മ ഒന്ന് ഒതുക്കി വെച്ചാൽ മതി. അടുത്ത വാശി കാറുമ്മയ്ക്കായിരുന്നു. അപ്പോൾ മഴ ഒന്ന് തോർന്നപ്പോൾ അച്ഛനും മോനും കൂടി കാർ ഓടിക്കാൻ പോയി. ഇന്നത്തെ ദിവസം മൈലാഞ്ചിയും കൂടി ഇടുന്ന രഞ്ജനേച്ചി പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ മൈലാഞ്ചി കൂടെ ഞാൻ ഔഷിതാത്താൻ്റെ ഓടിപ്പോയി മേടിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ആ സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. അത് അപ്പോഴാണ് അടിച്ചു വാരലും തുടക്കലൊക്കെ ഒരുവിധം പണികളൊക്കെ അപ്പോഴേക്കും തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആകെയുള്ള ഒരു ടെൻഷൻ, അയ്യോ 6:30 വിളക്ക് വെച്ചിട്ടില്ലല്ലോ എന്നൊക്കെയായിരുന്നു. എന്തായാലും ഞാൻ വിളക്ക് വെക്കുന്നത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിച്ചു വാരി ഒന്ന് ഒതുങ്ങി വരുമ്പോഴാണ് നീരവൻ്റെ കളിപ്പാട്ടങ്ങളും സാധനങ്ങളും എല്ലാം ഇതിൻ്റെ ഇടയിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ബോൾ മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ അങ്ങോട്ട് കൂടെ ആയിട്ട് ഒതുക്കി വെച്ച് തുടയ്ക്കുമ്പോൾ നീരവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ആ കുഞ്ഞിക്കാലുകളുടെ പാട് വീഴാണ്ടിരിക്കാൻ ഞാൻ വീണ്ടും അവിടെ തുടച്ചിടുന്നു. വീണ്ടും ആ മഴ ചാടാൻ തുടങ്ങി. ഞാൻ വേഗം ഫ്രണ്ടിലൊക്കെ ഒന്ന് തുടച്ചെടുത്തു. ഈ പനി എടുക്കുമ്പോഴുള്ള ക്ഷീണം കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ആകെ ബാറ്ററി ലോ ആയ പോലെ ആകെ ക്ഷീണമായിട്ടോ. അങ്ങനെ അവസാനം ഇത്ര മാത്രം ക്ലീനിങ് നടന്നിട്ടുണ്ട്. ആ ചെയറിലോട്ട് നോക്കണ്ട, അവിടെ 2 കർട്ടനാണ്. ഒന്ന് കയറ്റിയിടണം. അതിന് സമയം കിട്ടിയിട്ട് 7 മണിക്ക് ആവാറായിട്ടുണ്ട്. ഓടിപ്പോയി മേലെ കഴുകി വിളക്ക് വെച്ചേ. അങ്ങനെ രാത്രിക്ക് കൊള്ളി ചമ്മന്തി കടന്നു. അത് കഴിച്ച് നീരവനെ കെടുത്തി ഉടക്കി ഞാൻ മൈലാഞ്ചി പണിയിലേക്ക് കടന്നു. അപ്പൊ ടാറ്റാ.